കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തയാക്കിയ റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന് സമരസമിതി. പ്രധാന സാക്ഷിയായ ചീഫ് നഴ്സിന്റെ മൊഴി മുഖവിലക്കെടുത്തില്ലെന്നും പരാതി. നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചതായി സമരസമിതി അറിയിച്ചു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, വിശദാംശങ്ങൾ. ിലേക്ക് പോകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 11 ദിവസം നീണ്ടുനിന്ന സമരം അതിജീവിത അവസാനിപ്പിച്ചിരുന്നത്. അത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കമ്മീഷണറോട് അതിജീവിതയ്ക്ക് നേരിട്ട് നൽകാൻ IG പറഞ്ഞതിന്റെ ബലത്തിന്റെ പിന്നീടായിരുന്നു ഇത്തരത്തിൽ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ നിയമപോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടും മൊഴികളും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു എന്ന സംശയം ബലപ്പെടുന്നതായാണ് ഇപ്പോൾ ഈ സമരസമിതി അടക്കം സംശയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടിരുന്നത്. ജീവിതത്തിനൊപ്പം നിൽക്കേണ്ട പലരും കളവ് പറയുകയോ ഡോക്ടർ പ്രീതിയെ രക്ഷപ്പെടുത്താൻ ബലഹീനമായ മൊഴികൾ നൽകി എന്ന ആരോപണമായി ഇപ്പോൾ സമരസമിതി എത്തിയിട്ടുണ്ട്. ഹെഡ് നഴ്സ് പറഞ്ഞ മൊഴികളോ അതിജീവിതയും ഭർത്താവും ബന്ധുക്കൾ നൽകിയ മൊഴികളോ വിശ്വാസത്തിലെടുക്കാതെ ആരോപണ വിധേയയായ പ്രീതിയുടെ മൊഴി ACP വിശ്വാസത്തിൽ എടുത്തത് ഞെട്ടിക്കുന്നു എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വായിച്ചതിനു ശേഷം സമരസമിതി അംഗങ്ങൾ പ്രതികരിച്ചത്. കൂടാതെ പ്രീതിക്കൊപ്പം ഒരു ഡോക്ടർ കൂടി അതിജീവിതയെ പരിശോധിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നതും പല കാര്യങ്ങളും അവർക്ക് മൊഴി കൊടുക്കുമ്പോൾ ഓർമ്മയില്ലാത്തതും ഇവർ പരിശോധന സമയത്ത് ഇല്ലായിരുന്നു എന്നത് അനിതാ സിസ്റ്ററും അതിജീവിതയും ബന്ധുക്കളും പറഞ്ഞിട്ട് മുഖവിലക്കെടുക്കാത്തതും ഗൗരവകരമാണെന്നുള്ള ഒരു ആരോപണമായാണ് ഇപ്പോൾ സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും തുടർന്നും നിയമപോരാട്ടങ്ങളുമായി വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തയാക്കിയ റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന് സമരസമിതി. പ്രധാന സാക്ഷിയായ ചീഫ് നഴ്സിന്റെ മൊഴി മുഖവിലക്കെടുത്തില്ലെന്നും പരാതിയുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോവാൻ തീരുമാനിച്ചതായി സമരസമിതി അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ.